നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട കരിയർ അവസരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മാത്സിൽ റിയൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് മാത്സ് പഠിച്ചുകൊണ്ട് ഈ മേഖലയിൽ എന്തൊക്കെ അവസരങ്ങളാണുള്ളത്, അതല്ലെങ്കിൽ ഒരു +2 മാത്സ് പഠിച്ചതിന് ശേഷം റിയൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഒരു BSc മാത്സ് അല്ലാതെ വേറെ ഏതൊക്കെ മേഖലകളിലേക്ക് തിരിയാം. ഇനി അതല്ലെങ്കിൽ മാത്സ് പഠിച്ചതിന് ശേഷം ഒരു ഡിഗ്രി ഒക്കെ മാത്സ് പഠിച്ചതിന് ശേഷം ഇനി ഈ മേഖലയിൽ എന്തൊക്കെ ജോലി അവസരങ്ങളാണ്, അല്ലെങ്കിൽ ഇനി എങ്ങോട്ടേക്കൊക്കെ തിരിയാം, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമാത്രവുമല്ല, മാത്സ് പഠിച്ചു എന്നാൽ മാത്സിൽ താല്പര്യമില്ലാത്തവർക്ക് ഇനി എങ്ങോട്ടേക്കൊക്കെ തിരിയാം, ഈ കാര്യങ്ങളുമൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഒരു എക്സ്പേർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്, ഡോക്ടർ ഐസക് തോമസ്. കരിയർ ഗൈഡൻസ് മേഖലയിൽ തന്നെ PhD എടുത്ത് ഒരു കരിയർ മെൻറ്ററായി, ഒരു കരിയർ ഗുരു ഒക്കെ ആയി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യം, ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മിക്കവാറും എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പൊ ഐസക് സാർ, നമസ്കാരം. വെൽക്കം ടു കരിയർ പാത്വേ. നമസ്കാരം സാർ. യെസ്. നമുക്ക് ഇന്ന് മാത്തമാറ്റിക്സ്, അതിൻ്റെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ അത് പഠിച്ചുകൊണ്ടുള്ള അവസരങ്ങൾ, പഠിച്ചു കഴിഞ്ഞവർക്ക് എന്തൊക്കെ അവസരങ്ങളുണ്ട്, അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം. അപ്പോൾ എനിക്ക് ആദ്യം സാറിനോട് ചോദിക്കാനുള്ളത്, ഈ മാത്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്ന് സൂചിപ്പിക്കാമോ? നമ്മളിപ്പം സ്ഫടിക സിനിമയിൽ അല്ലെ, ചാക്കോ മാഷ് പറയുന്നുണ്ട് ലോകത്തിന്റെ സ്പന്ദനം തന്നെ കണക്കിലാണ് എന്ന് പറയാറുണ്ട് അല്ലെ. ഈ മാത്സ് പഠിക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അത് അല്ലെങ്കിൽ ആര് പഠിക്കണം, ഒന്ന് സൂചിപ്പിക്കാം. മാത്തമാറ്റിക്സ് സാർ സൂചിപ്പിച്ച പോലെ ലോകത്തിന്റെ ഒരു സ്പന്ദനമായി മാറാൻ കഴിയുന്ന തരത്തിൽ വലിയ നിലയിലേക്ക് കരിയർ ബിൽഡപ്പ് ചെയ്യാൻ സഹായിക്കുന്ന, ബൗദ്ധികമായ നിലവാരത്തിലെ ഏറ്റവും ഉന്നത നിലയിലെത്താൻ സഹായിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റ് കൊണ്ട് തന്നെ നമുക്ക് കടന്നു ചെല്ലാവുന്ന അനവധി മേഖലകളാണ്. എന്നാൽ വളരെ ചുരുക്കം ചില മേഖലകൾ മാത്രം മനസ്സിലാക്കി ഒരുപാട് ബുദ്ധി വൈദഗ്ധ്യമുള്ള കുട്ടികളൊക്കെ, മാത്തമാറ്റിക്കൽ എബിലിറ്റി ഉള്ള കുട്ടികളൊക്കെ എത്താതെ പോകുന്നത് വളരെ വേദനാജനകമായി നമ്മൾ കാണാറ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് വൈദഗ്ധ്യം ഉണ്ടായിട്ടും അതിന്റെ മേഖലകളെ അറിയാതെ പോകുന്നത് കരിയർ ഗൈഡൻസിന്റെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു മെന്ററിങ്ങിന്റെ പോരായ്മയൊക്കെ ആവും. എനിവേ, ഒരു വെർസറ്റൈൽ സബ്ജക്റ്റ് ആണ്. പല ബഹുമുഖ പ്രതിഭാ വിലാസം എന്ന് പറയുന്ന പോലെ പല മേഖലകളിലേക്ക് ഇത് കടന്നു ചെല്ലാൻ സാധിക്കുന്നു. മാത്തമാറ്റിക്കൽ എബിലിറ്റി ഉള്ള ഒരാൾക്ക് കടന്നു ചെല്ലാവുന്ന മേഖല, എഞ്ചിനീയറിംഗ് മേഖല മുതൽ അങ്ങ് എല്ലാ മേഖലകളും, ടീച്ചിങ്, അതേപോലെ എല്ലാ മേഖലകളും അവരെ കാത്തിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ഒരു അടിസ്ഥാനപരമായ ഒരു ഗൈഡൻസ് ഈ മേഖലയിൽ ലഭിച്ചാൽ അതുവഴി ലോകത്തില് അവരിലൂടെ കിട്ടാവുന്ന നന്മ നമുക്ക് വിവരിക്കാനാവാത്ത വിധം വലിയ സേവനങ്ങൾ ലഭിക്കാനിടയും എന്നുള്ളതാണ്. കാരണം ഇവര് സ്പെഷ്യലി ഗിഫ്റ്റഡ് ആണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പരമപ്രധാനമായത്. ഒട്ടനവധി കുട്ടികൾ +2 മാത്സ് പഠിക്കാറുണ്ട്. എന്നാൽ അവരത് പഠിക്കുന്നത് മാത്സിൽ പിന്നീട് പ്രോഗ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല, ഒരുപക്ഷെ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടുന്നതിനൊക്കെ വേണ്ടിയായിരിക്കും. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ ആ മാത്സ് വെച്ചിട്ട് അവരെ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റു മേഖലയിലേക്ക് പോകുന്നു. അത് ഒഴിച്ചു നിർത്തിയാൽ ഒരു +2 കഴിഞ്ഞ ഒരാൾക്ക് മാത്സ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ മാത്സ് പഠിക്കുന്നതുകൊണ്ട് അവസരങ്ങൾ എന്തൊക്കെയാണ്? ഓഫ് കോഴ്സ് നമ്മളെപ്പോഴും പറയുന്നതാണ് ടീച്ചിങ് മേഖലയിലെ അവസരങ്ങൾ. അത് ഒഴിവാക്കി നിർത്തിയാൽ, ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു അവസരം എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ് മുതൽ PG വരെ അല്ലെ പഠിപ്പിക്കുന്നതിനുള്ള വലിയൊരു അവസരമുണ്ട്. അതങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ബാക്കി എന്തൊക്കെ അവസരങ്ങൾ, എന്തൊക്കെ മേഖലയിലുണ്ട്, അതൊന്ന് സൂചിപ്പിക്കാം. ഈ വിഷയത്തെ നമ്മൾ വിളിക്കുന്ന പോലെ തന്നെ മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് എത്താവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു റോള് മാത്തമാറ്റീഷ്യൻ ആവുക എന്ന്. പക്ഷെ മാത്തമാറ്റീഷ്യൻ ആവുന്ന ഒരാള് അയാൾ ടീച്ചിങ്ങിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല.
പക്ഷെ ടീച്ചിങ്ങിന് സാറ് പറഞ്ഞ പോലെ വലിയ സാധ്യതകളാണ്. പക്ഷെ മാത്തമാറ്റീഷ്യൻ എന്നുള്ള ഒരു പ്രൊഫൈൽ അവർക്ക് വലിയ ശാസ്ത്രീയമായ കണ്ടെത്തലുകളിലേക്കും ഒരു ശാസ്ത്രജ്ഞനാകുന്നതിലേക്കും ഒക്കെ നയിക്കാനിടയുണ്ട്. അത്തരത്തിലേക്ക് നമുക്കിവിടെ ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച് IIT-കളിലും അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും ഒക്കെ പഠിച്ച് ഇനി അതിന് പറ്റിയ പല പല മേഖലകളിലും പല പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒക്കെ എത്തി അവർക്ക് ആകാൻ പറ്റും. അപ്പൊ മാത്തമാറ്റീഷ്യൻ ആകാൻ പറ്റും. അതോടൊപ്പം തന്നെയാണ് ഒരു നാണയത്തിന്റെ മറ്റൊരു വശം പോലെയാണ് മാത്തമാറ്റിക്സ് പഠിച്ച ഒരാൾക്ക് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആകാനുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് അവർ പഠിച്ച് സ്റ്റാറ്റിസ്റ്റീഷ്യൻ എന്നുള്ള ഒരു പ്രൊഫൈലിലേക്ക് അവർക്ക് എത്താൻ പറ്റും. അതും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഉള്ള ഒരു നിലയിലേക്ക് എത്താനുള്ള സാധ്യത. എന്നാൽ മാത്തമാറ്റിക്സ് പഠിച്ചാൽ വളരെയേറെ ഒരു കരിയറിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഭ്രമിപ്പിക്കുന്ന തരത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒന്നാണ് ഇവര് ഇക്കണോമിക്സിലേക്ക് വന്നാൽ. ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ നിലനിൽപ്പ് തന്നെ സാമ്പത്തിക ശാസ്ത്രത്തെ മുൻനിർത്തിയാണ്. സാമ്പത്തിക ശാസ്ത്രം പഠിക്കേണ്ടത് ആരായിരുന്നു ചോദിച്ചാൽ മൂന്നാം കിടക്കാരല്ല പഠിക്കേണ്ടത്. സാമ്പത്തിക ശാസ്ത്രം പഠിക്കേണ്ടത് ഒന്നാം നിരയിൽ തന്നെ ബുദ്ധിപരമായ വൈദഗ്ധ്യമുള്ളവര് സാമ്പത്തിക ശാസ്ത്രം പഠിച്ചാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും മുൻനിരയിലേക്ക് വരാനുള്ള ഗൈഡൻസ് കൊടുക്കുന്നു. അതായത് രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് നയതന്ത്രജ്ഞർക്ക് വേണ്ട എല്ലാവിധ സാമ്പത്തിക ഉപദേശം കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നു. അവിടെ തന്നെ ഒരു കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ളത്, ഇപ്പം നമ്മൾ പൊതുവെ കാണുന്നതെന്ന് പറഞ്ഞാല് നമ്മള് 10th കഴിഞ്ഞ് മാത്സ് ബുദ്ധിമുട്ടുള്ളവരൊക്കെ എക്കണോമിക്സ് പോലെയുള്ള വിഷയങ്ങൾ എടുക്കുന്നു. എന്നിട്ട് പിന്നെ അതിന്റെ ഡിഗ്രി ഒക്കെ പഠിക്കാൻ എക്കണോമിക്സ് ഒക്കെ പഠിക്കാനായിട്ട് പോകുന്നതൊക്കെയാണ് കാണുന്നത്. അപ്പൊ സാറ് സൂചിപ്പിക്കുന്നത് അങ്ങനെയല്ല, മാത്സിൽ നല്ല സ്കില്ലുള്ളവർ തന്നെ എക്കണോമിക്സിലേക്ക് വന്നാൽ ആ മേഖലയിൽ കുറേയും കൂടെ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സാറ് സൂചിപ്പിച്ചത്. യെസ്, അതിന്റെ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു ഉദാഹരണം ഡൽഹി യൂണിവേഴ്സിറ്റി. നമുക്കറിയാം CUT എൻട്രൻസ് ഒക്കെ എഴുതി ഡൽഹി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾ ഇക്കണോമിക്സ് എടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് ഇപ്പൊ സെന്റ് സ്റ്റീഫൻ കോളേജിലോ അതേപോലെ ലീഡിംഗ് കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ അവർക്ക് ഈ മാത്തമാറ്റിക്സ് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം +2-ൽ. അപ്പൊ മാത്സ് ഉള്ളവർക്കാണ് എക്കണോമിക്സ് അവിടെ കിട്ടുന്നത് എന്ന് പറയുന്ന പോലെ ഇന്ത്യയിലെ മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളിലും അങ്ങനെയില്ല. സയൻസ് എടുക്കുന്ന കുട്ടികൾക്ക് സയൻസ് കിട്ടാതെ വന്നാൽ കൊമേഴ്സിലേക്ക് വന്ന്, കൊമേഴ്സ് കിട്ടാതെ വരുമ്പോൾ മാത്രം ഹ്യൂമാനിറ്റീസിലേക്ക് വന്ന്, ഹ്യൂമാനിറ്റീസിലെ തന്നെ മറ്റൊരുപാട് സബ്ജക്ട്സിലെ ഒന്നാണ് എക്കണോമിക്സ്. അതും വളരെ എക്കണോമിക്സിനെ കുറിച്ച് അവർ പഠിക്കുമ്പോൾ ആ വിഷയം ഓപ്റ്റ് ചെയ്തത് തന്നെ ഒരു കോമ്പിനേഷൻ. ഇനി എക്കണോമിക്സ് ഇല്ലാതെ പഠിച്ചാലും അവർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ എക്കണോമിക്സ് അങ്ങനെ അവർക്ക് ഒരു ബൈ ചാൻസിൽ വന്നത് കൊണ്ടൊക്കെ പഠിക്കുന്നവരാണ് ഈ ഹ്യൂമാനിറ്റീസിൽ പോലും എക്കണോമിക്സ് എടുക്കുന്നത്. അങ്ങനെയല്ല, എക്കണോമിക്സ് ഓപ്ഷണൽ ആയിട്ട് തന്നെ എടുത്ത് അവർക്ക് കരിയർ ബിൽഡപ്പ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പം സാറ് സൂചിപ്പിച്ചത് മാത്സിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ, ജെന്യൂൻ ഇൻട്രസ്റ്റ് ഉള്ളവർ, ട്യൂഷൻ പഠിച്ച് മാർക്ക് നേടുക എന്നുള്ളതല്ല, മാത്സിൽ ജെന്യൂൻ ഇൻട്രസ്റ്റ് ഉള്ളവര് ഒന്നുകിൽ മാത്സ് എന്ന മേഖലയിലേക്ക് തന്നെ ഡിഗ്രി പഠനത്തിനൊക്കെ ആയിട്ട് പോകാം, അല്ലെ സ്റ്റാറ്റിസ്റ്റിക്സ് പോലെയുള്ള മേഖലകളിലേക്ക് മാറാം, എക്കണോമിക്സ് പോലെയുള്ള മേഖലകളിലേക്ക് മാറാം, അതല്ലെങ്കിൽ ഇപ്പൊ കാണുന്ന പോലെ എഞ്ചിനീയറിംഗ് പോലെയുള്ള മേഖലകൾ, കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, യെസ്, കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ തന്നെ, സയൻസ് പഠിക്കുമ്പോൾ തന്നെ അതിന്റെ ലാംഗ്വേജ് ആയ കോഡിംഗ് ആയിക്കോട്ടെ, പൈത്തൺ ആയിക്കോട്ടെ, ഡേറ്റാ സയൻസിലേക്ക് പോകാനുള്ള ആയിക്കോട്ടെ, കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാവിധ ഇപ്പം ഡേറ്റ അനലിസ്റ്റ് ആകാനും എല്ലാം ഒരു മാത്തമാറ്റിക്സ് കഴിഞ്ഞ ഒരാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പൊ അങ്ങനെ ബാങ്കിങ് സെക്ടറിലോട്ട് പോകാൻ, ഇൻഷുറൻസ് മേഖലയിലോട്ട് പോകാൻ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റ് അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലേക്കെല്ലാം ഇവർക്ക് സാധിക്കും. അതേപോലെ തന്നെ ഒരു വലിയ ഒരു സാധ്യതയുള്ള ഒരു മേഖലയും കൂടിയുണ്ട് ഇവർക്ക് പ്രൊഫൈൽ റിലേറ്റ് ചെയ്യുന്നത്. അതാണ് ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ സാറ് സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള പല മേഖലകളിലേക്ക് മാത്സിൽ ഒരു സ്കില്ലുള്ളവർക്ക് പോകാം. അപ്പോഴും ഒരു മാത്സ് ഒരു മെയിൻ ആയിട്ട് ഒരു ഡിഗ്രി പഠിച്ച ഒരു സ്റ്റുഡന്റ് ആഫ്റ്റർ മാത്സ് പഠിച്ചതിന് ശേഷം ഒരു അധ്യാപകനാകാനായിട്ട് പോകാൻ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഡിഗ്രിക്ക് ശേഷം ഏതൊക്കെ മേഖലകളിലേക്ക് തിരിഞ്ഞു പോകാം, അത് ഒന്ന് സൂചിപ്പിക്കാമോ? യെസ്, മാത്സ് കഴിഞ്ഞിട്ട് ഇവർക്ക് ടീച്ചിങ് മേഖലയോ മറ്റ് മേഖലകളിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല. തീർച്ചയായിട്ടും ഇവർക്ക് പോകാവുന്ന
പ്രധാനപ്പെട്ട കുറെ ഏറെ മേഖലകൾ. അതിൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഒന്നാണ് ഇവർക്ക് മാത്സ് കഴിഞ്ഞിട്ട് പിന്നെ മാത്തമാറ്റിക്സ് ആർട്ടിസ്റ്റ് അങ്ങ് പ്രൊസീഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അവർക്ക് എടുക്കാവുന്ന ഏറ്റവും മികച്ച PG പ്രോഗ്രാമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാവുന്ന കരിയർ വളരെ, കാരണം മാത്സ് അവർക്ക് ബേസ്ഡ് ഉണ്ട്, അതിന്റെ അപ്ലൈഡ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിഷ്യൻ ആകാൻ ഉള്ള സാധ്യത മീഡിയ രംഗത്താണെങ്കിലും അതുപോലെ തന്നെ എല്ലാവിധ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കാണെങ്കിലും മോണിറ്ററി ഫണ്ടിങ് ഏജൻസികളിലേക്കാണെങ്കിലും പോകാനും കരിയർ ബിൽഡപ്പ് ചെയ്യാനും സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞവർക്ക് പറ്റും. ഇനി മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ ഇവർക്ക് പോകാവുന്നതാണ് ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്നത്. ആക്ച്വറിയൽ സയൻസ് എന്താണ് ഈ ആക്ച്വറിയൽ സയൻസ്? ഹൈ റിസ്ക് ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന എല്ലാ മേഖലകളിലേക്കും അതിന്റെ മോണിറ്ററി ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ ഡിസൈൻ ചെയ്യുന്ന എല്ലാ ഇൻഷുറൻസ് കമ്പനികളിലേക്കും ഇവരെ ആവശ്യം. അപ്പം ഈ ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്സിന്റെയും സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും അപ്ലൈഡ് ഫീൽഡാണ്. അതേസമയം ഹൈ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന മേഖലയാണ്. പിന്നെ ഞാൻ സൂചിപ്പിച്ച പോലെ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം ഡേറ്റ സയൻസിലേക്ക് പോകാവുന്നത്, അതേപോലെ ഡേറ്റ അനലിസ്റ്റ് ആയിട്ട് മാറാവുന്നത്, അങ്ങനെയുള്ള ഫീൽഡല്ല. ഇക്കണോമിക്സിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് ഇവർക്ക് പഠിച്ച് പിന്നീട് പോകാം. ഡേറ്റ അനലിസ്റ്റ് ഒരു നല്ല മേഖലയാണെന്ന് തോന്നുന്നു. കാരണം അവര് ഈ മാത്സ് ഉണ്ട്, അല്പ കമ്പ്യൂട്ടറിന്റെ ഒരു ബേസിക് കൂടെ ഉണ്ടെങ്കിൽ അല്ലെ, ഇക്കാലത്ത് നല്ല ഡിമാൻഡ് ആണല്ലോ ഈ ഡേറ്റ ഇങ്ങനെ പെരുകുന്നതുകൊണ്ട് തന്നെ ഡേറ്റ അനാലിസിസ് മേഖലയിൽ നല്ല ഡിമാൻഡാണ്. അപ്പൊ അങ്ങനെ ഒരല്പം IT കൂടി പഠിച്ചിട്ട് ആ മേഖലയിലേക്കും തിരിയാം. ആ മേഖലയിലോട്ട് നല്ല സാധ്യതയാണ് അവർക്ക്. അതുപോലെ തന്നെ ഈ ബാങ്കിങ് സെക്ടറുകളിലേക്കുള്ള ഇപ്പൊ ബാങ്കിങ് ടെക്നോളജി മാത്സ് കഴിഞ്ഞ ഒരാൾക്ക് ബാങ്കിങ് ടെക്നോളജി എന്ന് പറഞ്ഞ 1 ഇയർ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബാങ്ക് തന്നെ ടെസ്റ്റ് നടത്തിയിട്ട് മണിപ്പാൽ പോലെയുള്ള പ്രോഗ്രാമുകളിലേക്ക് ബാങ്ക് തന്നെ കുട്ടികളെ ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തി എടുക്കുമ്പോൾ മാത്സ് കഴിഞ്ഞവർക്ക് അത് കൂടുതൽ എളുപ്പമായിരിക്കും. അത് ക്ലിയർ ചെയ്യാൻ എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിലും മാത്സുകാർക്ക് കുറെ കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെ. UPSC ടെസ്റ്റിൽ പോലും ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ഇവർക്ക് വരും. കാരണം ലോജിക്കൽ റീസണിങ് സ്കില്ല് ഈ മാത്സ് ഉള്ളവർക്കുണ്ട്. ലോജിക്കൽ റീസണിങ്ങും ഉള്ള ഒരു വിഭാഗം തീർച്ചയായിട്ടും എല്ലാ മത്സര പരീക്ഷകളുണ്ട്. ഇനി ക്യാറ്റ് ക്ലിയർ ചെയ്ത് ഇത് എത്ര പേർക്ക് അറിയാം? മാത്സ് കഴിഞ്ഞ ഒരാൾക്ക് ക്യാറ്റിന്റെ ഒരു ചെറിയ ഒരു കോച്ചിങ് നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ക്യാറ്റ് ക്ലിയർ ചെയ്തുകൊണ്ട് ഇവർക്ക് IIM-ൽ എത്തി MBA പ്രോഗ്രാമുകൾ ഇവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അങ്ങനെ മിടുക്കരായ പിള്ളേര് അങ്ങനെ പോകുന്നുണ്ട്. ഇനി ഇവർക്ക് ഈ ജാം എഴുതിക്കൊണ്ട് IIT-കളിലേക്ക് എത്താം. ജാം എഴുതി മാത്സ് കഴിഞ്ഞ ഒരാൾക്ക് ജാം എഴുതി ഇപ്പം എൻട്രൻസിലേക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല +2 കഴിഞ്ഞപ്പം അല്ലെങ്കിൽ ഗ്രാജുവേഷൻ എടുത്തപ്പം ഇവർക്ക് ജാം എഴുതി IIT-കളിലേക്കുള്ള ഏറ്റവും പ്രോമിസിംഗ് ഫീൽഡുകളിലേക്കൊക്കെ എത്താവുന്ന തരത്തിലേക്ക് മാറാവുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഒട്ടനവധി അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ മാത്സുകാര് ഈ IT കമ്പനികളും റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വിപ്രോ പോലെയുള്ള കമ്പനികളുടെ ഒക്കെ റിക്രൂട്ട്മെന്റുകളിലേക്ക് വരുവാണെങ്കിൽ അവര് ഇവരെ ജോലിക്ക് എടുക്കുക മാത്രമല്ല ഹയർ സ്റ്റഡി അവർ സ്പോൺസർ ചെയ്യുകയും ചെയ്യും. അപ്പൊ പഠനത്തോടൊപ്പം കമ്പനിയുടെ ചെലവിൽ PG പഠിക്കുന്നതിനുള്ള ഓപ്ഷനുകളും ഉണ്ട്. അപ്പൊ ഇതേപോലെയുള്ള കമ്പനികളുടെ റിക്രൂട്ട്മെന്റിനും അല്ലെ സാറ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനുകളിലെല്ലാം മാത്സുകാർക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ആനയ്ക്ക് ആനയുടെ ഒരു ശക്തി അറിയാൻ മേലെന്ന് പറയുന്ന പോലെയാണ് പലപ്പോഴും മാത്സ് പഠിച്ചവർ എങ്ങോട്ടേക്ക് പോകണമെന്ന് അവർക്കറിയത്തില്ല. പക്ഷെ ഈ മേഖലയിലൊക്കെ അവർക്ക് അവസരങ്ങളുണ്ട്. ഇനി എനിക്കറിയേണ്ടത് ഈ മാത്സിൽ ഡിഗ്രി കഴിച്ചു, ഇനി മാത്സിൽ തന്നെ അവർക്ക് നിൽക്കണം, PG ഒക്കെ പഠിക്കണം, അല്ലെ സ്റ്റാറ്റിസ്റ്റിക്സിൽ PG പഠിക്കണം. അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുന്ന പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ രാജ്യത്ത് ഏതൊക്കെയുണ്ട് അതൊന്ന് സൂചിപ്പിക്കാമോ? നമുക്ക് ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുമ്പോൾ രാജ്യത്ത് മാത്തമാറ്റിക്സ് കഴിഞ്ഞവരെ ഏറ്റവും കൂടുതൽ മാടി വിളിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിന്റെ വിവിധ മേഖലകളിലേക്ക് അവരെ കടത്തിവിടുന്ന ഈവൻ മാത്തമാറ്റീഷ്യൻ വരെ ആക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലുള്ളത് CMI ആണ്. ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. 1980-കളിൽ തുടങ്ങിയ സ്ഥാപനമാണ്. അന്നൊരു ഓട്ടോണമസ് ആയിട്ട് അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പോലെ ഒരു മാത്സിന്റെ തന്നെ ഒരു ഈറ്റിലമായി നിന്ന ഒരു സ്ഥാപനം. പിന്നീട് അത് 2006-ലേക്കൊക്കെ വന്നപ്പോഴത്തേക്കും അതൊരു യൂണിവേഴ്സിറ്റി നിലയിലേക്ക് അത് മാറി എന്നുള്ളതാണ്. നമ്മുടെ ലാംഗ്വേജിന്റെ IFLU ഒക്കെ ഉള്ള പോലെ തന്നെ ഒരു യുണീക് സ്റ്റാറ്റസിൽ തന്നെയാണ് ഈ CMI ഉള്ളത്. അതേപോലെ തന്നെയാണ്
മാത്സുകാരെ ഏറ്റവും കൂടുതൽ മോഹിപ്പിക്കുന്ന ഒരു ക്യാമ്പസാണ് കൽക്കത്തയിലെ ISI എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതും ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവിടേക്ക് ഇവർക്ക് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ PG പ്രോഗ്രാമും പിന്നെ റിസർച്ച് ലെവലിലേക്കും ഒക്കെ എത്താം. ഇവിടെ നിന്നൊക്കെയുള്ള പ്ലേസ്മെന്റുകൾ മികച്ച ഒരുപാട് സ്ഥാപനങ്ങൾ അവർ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നവരെ തന്നെ എടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വളരെയേറെ മാത്സ് കഴിഞ്ഞവരെ കൂടുതൽ ഫോക്കസ് ചെയ്യാവുന്ന ആ മേഖലയിലോട്ട് പോകാവുന്ന നമ്മുടെ നാട്ടിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഞാനും സാറും ഒക്കെ ഉള്ള കോട്ടയത്തും ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഒത്തിരി ആളുകൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല എന്ന് തോന്നുന്നു. രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബേസിക് സയൻസസ്. അതൊരു വലിയ പ്ലാനോടെയൊക്കെ ആരംഭിച്ചതാണ്. ഇപ്പൊ കോട്ടയത്ത് RIT രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ക്യാമ്പസിലാണ്. അത് അത്ര അങ്ങോട്ട് വളർന്നിട്ടില്ല, പക്ഷെ ഭാവിയിൽ അതൊരു മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറാൻ സാധ്യതയുണ്ട്. അപ്പം മാത്സുകാർക്ക് സാർ ഈ സൂചിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളോടൊപ്പം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അവരുടെ ഒരു ലിസ്റ്റിലൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ സാറേ ഇന്ത്യയിലെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറഞ്ഞു. ഇനി വിദേശത്തൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ മാത്സുകാർക്കുള്ള നല്ല ചില യൂണിവേഴ്സിറ്റികളൊന്ന് സൂചിപ്പിക്കാമോ? വിദേശ രാജ്യങ്ങളില്, അതായത് ലോകത്തിലെ ഉടനീളം എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ മാത്സിന് വലിയ സ്ഥാനം. ഉദാഹരണത്തിന് US പോയി കഴിഞ്ഞാൽ US തന്നെ ഏറ്റവും വലിയ പ്രോമിസിംഗ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗിന്റെയും അതുപോലെ തന്നെ സയൻസ് വിഷയങ്ങളുടെയും ഒരു ഈറ്റില്ലമെന്ന് പറയാവുന്ന തരത്തിലുള്ള ഒന്നാണ് നമ്മുടെ MIT, മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ മാത്തമാറ്റിക്സ് നമുക്ക് ഹയർ ഓപ്ഷൻ എടുത്ത് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി, കൊളംബിയ യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ ചിക്കാഗോ യൂണിവേഴ്സിറ്റി, ലീഡിംഗ് യൂണിവേഴ്സിറ്റികളെല്ലാം US ഈ പറയുന്ന മാത്തമാറ്റിക്സിന് വലിയ പ്രാധാന്യം. ഇനി നമുക്ക് ഈ യൂറോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂറോപ്പിലുള്ള ഒരുപാട് നമുക്കിവിടെ കേംബ്രിഡ്ജ്, ഹാർവാർഡ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും കൊടുക്കുന്നുണ്ട്. അതിന് കിങ്സ് കോളേജ് ലണ്ടൻ, അതുപോലെ തന്നെ ഈ സപ്പൻഷ്യ യൂണിവേഴ്സിറ്റി റോം, ഇതൊക്കെ ഒരുപാട് എന്താണ് മാത്തമാറ്റിക്സിന്റെ ഹയർ സ്റ്റഡീസിന് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് നമ്മുടെയുള്ള മിടുക്കരായ സാമർഥ്യമുള്ള കുട്ടികൾ, മാത്സിൽ സാമർഥ്യമുള്ള കുട്ടികൾ ഹയർ സ്റ്റഡീസ് ഓപ്ഷനിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടറിയാം. മറ്റു രാജ്യങ്ങളിൽ നിന്നും കുട്ടികൾ ഒരുപാട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് മാത്തമാറ്റീഷ്യന്മാരായി അതിന്റെ സയന്റിസ്റ്റ് തലങ്ങളിൽ വരെ എത്താറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ US യൂണിവേഴ്സിറ്റികളെയുമെല്ലാം നമുക്ക് വിത്ത് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം മാത്തമാറ്റിക്സിലുള്ള എബിലിറ്റി ലോകത്തിൽ എവിടെയാണെങ്കിലും ഏകദേശം ഒരേപോലെ പരിഗണിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് ഒരു സ്കോളർഷിപ്പ് ഒക്കെ കിട്ടാൻ വേണ്ടിയുള്ള കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമുകള് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഡ്മിഷൻ പ്രോസസ്സിലേക്ക് ഇവർക്ക് കടന്നില്ലാവുന്നതും. ഓക്കെ, ജർമ്മനിയിൽ സൗജന്യമായിട്ട് ഇവർക്ക് PG പഠിക്കാം. അതിനെക്കുറിച്ചൊക്കെ ഒരു വിശദമായ വീഡിയോ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഓക്കെ, ഇനി എനിക്ക് സാറേ അറിയാനായിട്ടുള്ളത്, ഈ മാത്സുകാർ എന്തൊക്കെ ഒരു കോമ്പിറ്റൻസീസ് ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് പൊതുവെ എന്തൊക്കെ കോമ്പിറ്റൻസികൾ കാണും, അതൊന്ന് സൂചിപ്പിക്കാം. അതായത് നമുക്കറിയാലോ, സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ചില കുട്ടികളിൽ പ്രകടമായി കണ്ടുവരുന്ന ചില ഇന്റലിജൻസ്, അതില് ഈ ഇന്റലിജൻസുകൾ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ഒരു ഇന്റലിജൻസ് ആണ്. ഒരുപക്ഷെ ചില അസസ്മെന്റുകളിലോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൊക്കെ ഇത് ഇവരിൽ ഡോമിനന്റ് ആയിട്ട് കാണാം. അങ്ങനെ ഒരു ഡോമിനൻസി കണ്ടാൽ ഈ കുട്ടികളിൽ പ്രകടമായി കാണുന്ന കോർ കോമ്പിറ്റൻസികൾ, അതിൽ പ്രധാനപ്പെട്ടാണ് പ്രോബ്ലം സോൾവിങ് സ്കില്ല്. അതുപോലെ തന്നെ ഇവർക്ക് ഒരു പ്രോബ്ലം പെട്ടെന്ന് അതിന്റെ സൊല്യൂഷനിലേക്ക് എത്താനുള്ള സ്കില്ലുകളാണ്. റീസണിങ് സ്കിൽ മറ്റൊന്നാണ്. അപ്പം ലോജിക്കൽ റീസണിങ് നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ എന്നേ പറയാമെങ്കിൽ ഈ റീസണിങ് സ്കില്ല് അവര് വരും വരായങ്ങളെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാനുള്ള സ്കില്ലാണ്, അനലറ്റിക്കൽ സ്കിൽ അതേപോലെ തന്നെ ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. മറ്റൊന്നാണ് ഇവർക്ക് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് കൂടുതൽ ക്രിട്ടിക്കലായിട്ട് ഇവര് കാര്യങ്ങളെ വിമർശനാത്മകമായ രീതിയിൽ വിലയിരുത്തി കാര്യങ്ങളിലേക്ക് ഒരു ഇവാലുവേഷനിലേക്ക് എത്താനുള്ള സ്കില്ലുള്ളവരാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ന്യൂമറിക്കൽ എബിലിറ്റി, അരിത്തമെറ്റിക്കൽ ആയിട്ടുള്ള എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ്. ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രകടമായി ഏതെങ്കിലുമൊക്കെ കഴിവുകൾ ഇവരിൽ കാണുമ്പോൾ നമ്മൾ ഒരു മാത്സിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു എന്നുള്ളതിന്റെ അപ്പുറത്തേക്കുള്ള ഇങ്ങനെയുള്ള സമഗ്രമായ രീതിയിലുള്ള കഴിവുകളിൽ ഏതെങ്കിലുമൊക്കെ പ്രകടിപ്പിച്ചാൽ
ഇവർക്കൊരു മാത്തമാറ്റിക്സുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് കണ്ട് അവർക്ക് ഗൈഡൻസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, എനിവേ താങ്ക് യു ഐസക് സാർ. ഇത്രയും കാര്യം മാത്സുകാരുടെ ഒരു ഓപ്പർച്യൂണിറ്റി സൂചിപ്പിച്ചതിനുള്ള നന്ദി അറിയിക്കട്ടെ. ഏതായാലും മാത്സുകാരുടെ കുറെ റിയൽ മാത്സ് ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ മാത്സിൽ നല്ല സ്കില്ലുള്ളവർക്കുള്ള കുറെ മേഖലകളാണ് സാർ സൂചിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ അബദ്ധത്തിൽ മാത്സിന്റെ ഫീൽഡിലേക്ക് വന്നവരാണെങ്കിൽ, മാത്സിൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ല, അത്ര വലിയ സ്കില്ലില്ല, അബദ്ധത്തിൽ വന്നവരാണെങ്കിൽ, നിങ്ങളൊരു മാത്സ് പഠിച്ചതിന് ശേഷം ഇനി ഈ ഫീൽഡ് വിടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഏത് മേഖലയിലേക്ക് ഇന്ന് തിരിയാനായിട്ട് പറ്റും. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അല്പം ഇഷ്ടമുണ്ടെങ്കിൽ IT മേഖലയിൽ ഒരുപക്ഷെ ഒരു MCA പോലെയുള്ള കോഴ്സ് പഠിച്ച് IT മേഖലയിലേക്ക് പോകാൻ പറ്റും. അതല്ലെങ്കിൽ സാറ് മുമ്പ് സൂചിപ്പിച്ച പോലെ MBA പോലെയുള്ള മേഖലകളിലേക്ക് പോകാം. സോഷ്യൽ വർക്ക് ഇഷ്ടമാണെങ്കിൽ MSW പോലെയുള്ള മേഖലകളിലേക്ക് പോകാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ മീഡിയ പഠിച്ച് എന്താ പറയുക, ജേർണലിസം അല്ലെ മീഡിയയുടെ മേഖല, ഇങ്ങനെ എല്ലാ മേഖലകളിലേക്കും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ മാറുന്നതിനുള്ള അവസരങ്ങളുമുണ്ട് എന്നുള്ള കാര്യം അറിയുക. ഏതായാലും മാത്സുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനിയും നിങ്ങൾ ഇതിനകത്ത് റിസർച്ച് ചെയ്യുക. നിങ്ങൾക്ക് റിയൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്സിൽ മുന്നോട്ടേക്ക് പോവുക, റിസർച്ച് നടത്തുക, കൂടുതൽ പഠിക്കുക. സാറ് സൂചിപ്പിച്ചതുപോലെ ഒരു നല്ല മാത്തമാറ്റീഷ്യനായി മാറുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതേപോലെയുള്ള കൂടുതൽ കരിയർ അവസരങ്ങൾ മനസ്സിലാക്കുവാൻ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോകൾ, പ്രത്യേകിച്ച് സാറുമൊക്കെ ആയിട്ടുള്ള പല വീഡിയോകളും നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെയുണ്ട്. അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.